ഹേ ഗീസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഷോർട്സാണ് കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത് തന്നെ മാരേജ് വീഡിയോ, പിന്നെ 1-2 വീഡിയോസിന് ഇങ്ങനെ മ്യൂസിക് ഇട്ട് ചെയ്തല്ലാതെ ലോങ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്, ബട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളാദ്യം ലീവൂട്ടിന് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് അമ്പലത്തിൽ ലാവാരം ഉള്ളത് കൊണ്ട് തന്നെ അരി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കടലയും സജ്ജികയാണ് അമ്മായി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഏട്ടൻ എന്നീ ലീവ്സിനെയും കാണാൻ വന്നു. ഗൈസ്, എന്നെയല്ല ലീവൂട്ടിനെയാണ് കാണാൻ വരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വരുന്ന സമയത്ത് ഇനി എന്തെല്ലാം തിരക്കാണെങ്കിലും ഏട്ടൻ ലീവ്സിനെ കാണാണ്ട് ഏട്ടൻ ജോലിക്ക് പോകാറില്ല. അങ്ങനെ ഏട്ടൻ ലീവൂട്ടിനെ കാണാൻ വന്നതാണ് ഗൈസ്. പോയി ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ ഓള് മേക്കപ്പ് ലുക്കാണ്. ഫേസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, കോമ്പാക്ട് പൗഡർ എല്ലാം വാരി തേച്ച് അവസാനം എൻ്റെ ഫേവറേറ്റ് മാസിൻ്റെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടില്ലേ എൻ്റെ ഫൈനൽ ലുക്കാണിത്. ഇത് മാസിൻ്റെ ഗേൾ പവർ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡാണ്. ഏട്ടൻ്റെ പെങ്ങൾ യൂസ് ചെയ്യുന്നൊരു ലിപ് ക്രയോണാണിത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഈ ലോങ് വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ എന്ത് പറയണം, എങ്ങനെ പറയണം, വോയിസ് എങ്ങനെ കൊടുക്കണം, മ്യൂസിക് അതിലെങ്ങനെ കൊടുക്കണം, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എനിക്ക്. പിന്നെ ഞാൻ കുറച്ചെല്ലാം യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസെല്ലാം നോക്കിയിട്ടും കസിനോട് ചോദിച്ചിട്ടെല്ലാം ഇത് എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഷോർട്സ് എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഷോർട്സ് ആണെങ്കിൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മ്യൂസിക്കെല്ലാം ആഡ് ചെയ്തിട്ട് അത് പെട്ടെന്ന് പറഞ്ഞു തരും. പക്ഷേ ലോങ് വീഡിയോ ആണെങ്കിൽ അങ്ങനെയല്ലല്ലോ, നമ്മൾ വീഡിയോസിൽ തന്നെ ഓൺ വോയിസ് പോലെയെല്ലാം ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ഞാനും ലീവ്സും കൂടിയിട്ട് കുറച്ച് റീൽസെല്ലാം എടുത്തു. പിന്നെ നമ്മൾ പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലീവ്സ് എന്തായാലും അത്ര സമയം അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ ചടങ്ങ് ആ ഒരു തുലാഭാരം ആവുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ടൈമായി എന്ന് പറഞ്ഞാൽ അമ്മായി വിളിച്ചപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകാമെന്ന്. അമ്പലം നമ്മളെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ ആയി. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി. പിന്നെ ഇതുപോലത്തെ കസിൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനേ ഇല്ല. ഗൈസിൻ്റെ കുഞ്ഞിന് ഇവർ തന്നെ നോക്കിക്കോളും. പിന്നെ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിലും ഏട്ടൻ്റെ പെങ്ങളൊന്നിച്ച് പോവുകയാണെങ്കിൽ ലീവൂട്ടൻ്റെ ഫുൾ കാര്യം അവൾ തന്നെ നോക്കിക്കോളും. പിന്നെ നമ്മൾ കുറച്ച് തെയ്യമെല്ലാം നോക്കി. ഞാൻ വിചാരിച്ച് ലീവ്സ് തെയ്യത്തിനെല്ലാം ഫസ്റ്റ് ടൈം ആയിട്ട് ആണല്ലോ കാണുന്നത്, അപ്പോൾ കരയുന്നല്ലാന്ന് വിചാരിച്ച് ചെണ്ടേരെ സൗണ്ടെല്ലാം കേൾക്കുമ്പോൾ അവന് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടാണ്. നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ലീവൂട്ടന് ഒരു ഉറുമ്പ് കടിച്ചു. അപ്പം കുറച്ച് പ്രശ്നമാക്കി. അങ്ങനെയാണ് ഡ്രസ്സെല്ലാം ഊരിയിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ചടങ്ങിനിലെ ടൈമായി. അപ്പോൾ അതിനു മുമ്പ് അവർ നമ്മൾ വെള്ളം കുടഞ്ഞൊന്ന് ശുദ്ധിയാക്കും. മുമ്പെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പാനി വെള്ളം മൊത്തം നമ്മൾ മേത്തേക്ക് ഒഴിക്കലാണ് പതിവ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കുഞ്ഞുണ്ടായിട്ടോന്നറിയില്ല, ജസ്റ്റ് വെള്ളം കുടഞ്ഞത് മാത്രമാണ്. പിന്നെ ലീവൂട്ടൻ്റെ മാത്രമല്ല, ചേച്ചീൻ്റെ കുഞ്ഞിൻ്റെയും മുത്തപ്പൻ്റെ എല്ലാം തുലാഭാരമുണ്ട്. അപ്പോൾ ഇത് അമ്മ എനിക്ക് എൻ്റെ ഡെലിവറി ടൈമിൽ ഡെലിവറിയെല്ലാം നോർമൽ ആവാൻ വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിച്ചാണ്. പെട്ടെന്ന് ഇനിയാണ് ഗൈസ് നിങ്ങൾ കാണേണ്ടത്. ലീവ്സിനിപ്പോൾ പൊതുവെ കുറച്ച് കുസൃതി കൂടുതലാണ്, ബട്ട് അവൻ ഇത്രയും കുസൃതി ഉണ്ടെന്ന് ഞാൻ എന്നാണ് തിരിച്ചറിയുന്നത്. അവൻ ആ പ്ലേറ്റിലെല്ലാം തേങ്ങ എടുക്കാൻ നോക്കുന്നു, അരി വാരുന്ന്, പൂക്കുലെടുത്ത് വായിലിടുന്ന്, എന്തൊക്കെയോ കളിക്കുന്നു. ലാസ്റ്റ് അവന് ആ പ്ലേറ്റ് തന്നെ മറിച്ചിടുമെന്നാണ് എൻ്റെ പേടി.
അത് കഴിഞ്ഞ് കാശിമോൻ്റെയും മുത്തപ്പൻ്റെയും എല്ലാം തിലാവാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് നേരെ കഴിക്കാൻ കഴിഞ്ഞിട്ട് ലീവ്സിന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഗോൾഡനിലേക്ക് മന്തി കഴിക്കാൻ പോയി. മന്തി കഴിച്ചിട്ട് കുറേ ദിവസമായി, പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായിട്ട്. അൽഫാം അടിപൊളിയായിരുന്നു, പക്ഷെ മന്തി റൈസിന് കുറച്ച് വേവ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മന്തിയെല്ലാം കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.